നീണ്ട കാത്തിരിപ്പിനൊടുവിൽ രുക്മിണി ടി വി നിർത്തി മുകളിലോട്ട് പോയി. ആ തക്കത്തിന് ഞാൻ ഒരു വീടിനകത്ത് കയറി. ബർത്ത്ഡേ ആംബിയൻസിന് വേണ്ടി കുറച്ച് ബലൂൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ലൈറ്റ് ഇടാതെ ശബ്ദം ഉണ്ടാക്കുന്ന ഞാൻ ബലൂൺ വീർപ്പിച്ചോണ്ടായിരുന്നു. കൂട്ടിനായിട്ട് വേറൊരു സതീർത്തിനോടുണ്ടായിരുന്നു. 12 മണിയായപ്പോൾ കേക്കിന് മോളിൽ മെഴുകുതിരിയും കത്തിച്ച് അവളെ വിളിച്ച് താഴോട്ട്. ആംബിയൻസിന് സതീർത്തിന്റെ വക ഒരു ലൈറ്റ്. അങ്ങനെ രുക്മിണി വന്നു. ഞാൻ കടയിൽ പോയേക്കോന്ന് പറഞ്ഞിരുന്ന രുക്മിണി ഒന്ന് ഞെട്ടി. രുക്മിണിയെ ഞെട്ടിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ തണുപ്പ് ഇത്ര നേരം കഷ്ടപ്പെട്ടത്. കൂടെ കൊണ്ടുവന്ന ഗിഫ്റ്റ് പാക്ക് വാങ്ങി വെച്ചു കൊടുത്തു. ഹായ് സബ് എന്ന് പറഞ്ഞ അവൾ ഓരോന്നോരോന്നായിട്ട് അൺബോക്സ് ചെയ്യാൻ തുടങ്ങി. അവസാനം കേക്ക് മുറിച്ച് നമ്മൾ പോയി കിടന്നു. അടുത്ത ദിവസമാണ് ശരിക്കുള്ള എല്ലാവരും കൂടെ വരുന്ന ബർത്ത്ഡേ ഫംഗ്ഷൻ. രാവിലെ കഞ്ഞിയും മുട്ടോർത്തുന്നത് അവിയിൽ നമ്മൾ പരിപാടി ആയിരുന്നു. കഞ്ഞി കുടിച്ച് കഴിഞ്ഞപ്പോൾ രുക്മിണി ഒരു ആവശ്യം അറിയും. ഫോൺ കടിച്ചു പിടിച്ച് പൊക്കിയെടുത്ത് ഇറങ്ങുന്ന പുതിയ ട്രെൻഡിങ് റീൽ എടുക്കണമെന്ന്. പക്ഷെ പൊക്കിയെടുത്ത രുക്മിണിയെ താഴെട്ടെന്ന് മാത്രമല്ല, കടിച്ചു പിടിച്ച ഫോണിന്റെ സ്ക്രീൻ ഗാർഡ് പൊട്ടി വായിലും പോയി. അത് കഴിഞ്ഞപ്പോൾ രുക്മിണിക്ക് ബാക്ക് യാർഡിലെ പുല്ലി എത്തും. എന്നാ പിന്നെ ചെത്തിക്കോട്ടെന്ന് ഞാനും വിചാരിച്ചു. അവിടുന്ന് ബസ്സും കയറി സിറ്റി സെന്ററിലോട്ട്. പുറത്ത് 22 ഡിഗ്രിയാണ് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ. പോകുന്ന വഴിക്ക് നമ്മുടെ അടുത്തുള്ള ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളി നടക്കുന്നുണ്ട്. ബർത്ത്ഡേ ആയിട്ട് രുക്മിണി ഒരു ആവശ്യം അറിയിച്ചു. കാതുകുത്തുന്നതൊക്കെ ആമ്പിള്ളേർക്ക് വലിയൊരു കാര്യമല്ലെങ്കിലും പെമ്പിള്ളേർക്ക് അത് വലിയൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് തന്നെയല്ല, പിള്ളേർ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അതങ്ങ് സാധിച്ചു കൊടുത്തേ. വളർന്നു കഴിഞ്ഞാൽ പിള്ളേർക്ക് ഇങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല.